10ാം ക്ലാസ്സും കഴിഞ്ഞ് പരീക്ഷയും കഴിഞ്ഞിട്ടല്ല +1 ഏത് സബ്ജക്റ്റ് എടുക്കണം എന്നുള്ള ആലോചന വരേണ്ടത്. കുട്ടിയുടെ അഭിരുചിയും താല്പര്യവും ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഏത് സബ്ജക്റ്റ് എടുക്കണം, കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ, സയൻസ് എടുക്കണോ എന്നുള്ള ഓപ്ഷനിലേക്ക് പോകാനായിട്ട്. കുട്ടി ഏത് ജോലിയിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത്, ഏത് ജോലിയാണെന്ന് സ്പെസിഫിക് ആയി പറയാൻ സാധിച്ചില്ലെങ്കിലും ഏത് മേഖലയാണെന്നുള്ള ഒരു ഐഡിയ എങ്കിലും ഉണ്ടായിരിക്കണം. ആ ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്നത് കുട്ടിയുടെ 10ാം ക്ലാസ്സിൽ വെച്ചല്ല. ഏകദേശം കുട്ടി കാര്യങ്ങളെക്കുറിച്ച് കൗതുകത്തോടു കൂടി ഇതെന്താണ്, ഇതെന്തുകൊണ്ടാണ്, ഇതെന്താ ഇങ്ങനെ നടക്കുന്നത്, ഇതെങ്ങനെയാണ് ഈ പ്രോസസ്സ് ഇങ്ങനെ വരുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്തുണ്ടല്ലോ അവൻ്റെ കരിയർ എതിലേക്ക് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള സാധ്യതകളാണ് അവൻ്റെ ഓരോ കൗതുകം നിറഞ്ഞ ആ ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ആൻസറുകളിൽ നിന്ന് പിന്നീടും അവന് വരുന്ന സംശയങ്ങളും അതിനോട് വരുന്ന കൗതുകവുമാണ് അവൻ്റെ യഥാർത്ഥത്തിലെ അവൻ ഏത് മേഖലയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഏത് കരിയറിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന. ഇതൊന്നുമല്ലാതെ ചില പാരൻസ് നമ്മളോട് പറയാറുണ്ട്, മൊബൈലിലല്ലാതെ വേറൊരു ഇൻട്രസ്റ്റും അവന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല, വേറൊരു ചോദ്യം അവൻ്റെ ഭാഗത്ത് ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ അവന് ഒരു വിഷയത്തോടും അഭിരുചിയുള്ളതായിട്ടും ഒരു വിഷയത്തോട് താല്പര്യമുള്ളതായിട്ടും ഒന്നും തോന്നിയിട്ടില്ല, അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഇവൻ്റെ +1 സബ്ജക്റ്റ് സെലക്ട് ചെയ്യും എന്ന് ചോദിക്കുന്ന പാരൻസ് ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അതായത് ഞങ്ങൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയും. അത് ശാസ്ത്രീയമായ ഒരു ടെസ്റ്റിംഗ് മെത്തേഡാണ്. അതുപോലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് ആ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റുകളും മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. കുട്ടിയുടെ അഭിരുചി മനസ്സിലാക്കാനും അവൻ്റെ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവൻ്റെ ഭാവിയിലെ അവൻ എടുക്കാൻ പോകുന്ന ജോലി അല്ലെങ്കിൽ അവൻ ചെയ്യാൻ സാധ്യതയുള്ള ജോലികളുണ്ട്. ഒരു മേഖലയാണ് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുക. സ്പെസിഫിക് ആയിട്ട് ഇന്ന ജോലി എന്ന് ഒരാൾക്കും പറയാൻ സാധിക്കില്ല. പക്ഷേ അവൻ തിരഞ്ഞെടുക്കാൻ പോകുന്ന മേഖല ഏതാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിലേക്ക് പഠനത്തെ വഴിതിരിച്ചു വിട്ടാൽ ആ മേഖലയിൽ അവൻ എക്സ്പേർട്സ് ആവുകയും അതിൽ അവൻ ഷൈൻ ചെയ്യുകയും ചെയ്യും.